എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം. എൻ്റെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നമ്മൾ ഇതിനു മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞ മകരൻ രാശിയുടെ രാഹുകേതുക്കൾക്കുള്ള DNA അസ്ട്രോളജി പ്രകാരമുള്ള പരിഹാരത്തിന് പുറമെ അടുത്തത് നമുക്ക് ഈ വീഡിയോയിൽ കാർമിക് പരിഹാരങ്ങൾ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. രാഹുകേതുക്കളുടെ പൊതു സ്വഭാവം നമുക്കറിയാം. രാഹു ഇപ്പോൾ ഉത്തരാട നക്ഷത്രത്തിനായാലും തിരുവോണം നക്ഷത്രത്തിനായാലും അവിട്ടം നക്ഷത്രത്തിനായാലും അത് എങ്ങനെ ആക്ട് ചെയ്യുന്നു, അതായത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഉത്രാട നക്ഷത്രത്തിന് രാഹു 4-ാം ഭാവത്തിലും തിരുവോണത്തിന് 3-ാം ഭാവത്തിലും അവിട്ടത്തിന് 2-ാം ഭാവത്തിലും നിൽക്കുന്നു. 4-ാം ഭാവം എന്ന് പറയുന്നത് അലച്ചിലുണ്ടാക്കും. 4-ാം ഭാവം എന്നുള്ളത് ക്ഷേമം ഉണ്ടാക്കും. 3-ാം ഭാവം എന്ന് പറയുന്നത് അലച്ചിലുണ്ടാക്കും. 2-ാം ഭാവം എന്ന് പറയുന്നത് സമ്പത്ത് കിട്ടും, ധനപരമായിട്ടും നന്നായിരിക്കും. അപ്പോൾ രാഹു ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അതുപോലെ കേതുവിന് ഉത്രാടത്തിൻ്റെ 18-ാമത്തെ നക്ഷത്രവും തിരുവോണത്തിന് 17-ാമത്തെ നക്ഷത്രവും അവിട്ടത്തിന് 16-ാമത്തെ നക്ഷത്രവുമാണ്. അതുകൊണ്ട് തന്നെ കേതുവിനെ സംബന്ധിച്ചിടത്തോളം ഉത്രാടവും തിരുവോണവും നല്ല മൈത്രധാരയിലായതുകൊണ്ട് വളരെ നല്ലതും, അവിട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം കേതു വന്നിട്ട് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? തീർച്ചയായിട്ടും അത് വന്നിട്ട് ഉപഗ്രഹങ്ങളല്ല, അതൊരു ഷാഡോ പ്ലാനറ്റ്സ്, അതായത് ഛായാഗ്രഹങ്ങളാണ്. ഇത് വന്നിട്ട് നമുക്കറിയാം, പല വീഡിയോകളിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 നോട്ട്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന അസ്ട്രോണമി പ്രകാരം രാഹുവിൻ്റെയും കേതുവിൻ്റെയും സൂര്യചന്ദ്രന്മാരുടെ 2 നോട്ട്സ്, അതായത് ആ ഷാഡോസ് വന്ന് ജോയിൻ്റ് ആകുന്ന ആ പോയിന്റിനെയാണ് രാഹുകേതുക്കൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനമാണ് സുഹൃത്തുക്കളെ. നമ്മളൊരു ഗുരുവിൻ്റെ ഭാവമോ ശനിയുടെ ഭാവമോ മാത്രം വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും പരിഹാരം എടുക്കാൻ പറ്റില്ല. കാരണം രാഹുകേതുക്കൾ വളരെ ഷാഡോയിൽ പോയി പെട്ടെന്ന് കഴിച്ചാൽ, അതായത് അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ പോയി പെട്ടുകഴിഞ്ഞാൽ ഈവൻ ഗുരു നന്നായിരുന്നാലും ശനി നന്നായിരുന്നാലും അതിന് വന്നിട്ട് കൂടുതൽ പ്രതിഫലിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാമല്ലോ, ഒരു ഷാഡോ ഉണ്ടെങ്കിൽ അല്ല വെളിച്ചത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രാഹുകേതുക്കളുടെ പരിഹാരങ്ങൾ നമ്മൾ കാണണം. ഗോചരാവസ്ഥയിലുള്ള രാഹുകേതുക്കൾ എന്ന് പറയുന്നത് യഥാക്രമം ചതയത്തിലും പൂരത്തിലുമാണ്. രാഹു ചതയത്തിലും കേതു പൂരത്തിലുമാണ് നിൽക്കുന്നത്. DNA അസ്ട്രോളജി പ്രകാരം ഞാൻ പറഞ്ഞു, ചതയത്തിന് രാഹു നക്ഷത്രത്തിന് DNA രാഹുവിന് തന്നെയാണ്. അതുപോലെ തന്നെ കേതു ഇപ്പോൾ പൂര നക്ഷത്രത്തിലായതുകൊണ്ട് DNA വന്നിട്ട് ചൊവ്വാഗ്രഹത്തിലാണ് ഇപ്പോൾ കേതുവിൻ്റെ ദോഷത്തിനുള്ള DNA ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും പ്രത്യേകിച്ച് DNA അസ്ട്രോളജി പ്രകാരം നമ്മൾ ഞാനൊന്ന് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കൂടുതൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് കാർമിക് പരിഹാരങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഉത്തരാടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൂര്യൻ്റെ നക്ഷത്രമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക, കണ്ണുകൊണ്ട് കാണുന്ന ഒരേ ഒരു ദേവൻ ആരാണ്? സൂര്യൻ മാത്രമാണ് അല്ലേ. ഇത് നമുക്ക് അറിയാം. സൂര്യനാരായണൻ നമ്മൾ പറയും, പല പേരിലും അറിയപ്പെടും. അപ്പം സൂര്യഭഗവാനെ ദിവസവും ഉത്രാട നക്ഷത്രക്കാർ രാവിലെ എണീച്ച് സൂര്യഭഗവാനെ നോക്കി കുറച്ച് ജലം അർഘ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഉത്രാടത്തിന് വളരെ വളരെ പ്രയോജനം ചെയ്യും സുഹൃത്തുക്കളെ. ഇതിനെ വേറെ സംശയമൊന്നുമില്ല ഇക്കാര്യത്തിൽ. അതുപോലെ തന്നെ തിരുവോണ നക്ഷത്രക്കാർക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ചന്ദ്രൻ വന്നിട്ട് 1-ാമത് രാശി 10ൽ നിൽക്കുന്ന രാശി, അതിൽ ചന്ദ്രനും ശനിയാണ് അതിൻ്റെ അധിപൻ. മകരരാശിയുടെ അധിപൻ ശനിയാണ്. അതിൻ്റെ കൂടെ ചന്ദ്രനും കൂടെ നിൽക്കുമ്പോൾ എന്താ പറയുക, ഒരു തമോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര സ്പീഡാണ്. 15 ദിവസം നന്നായിട്ടിരിക്കും, 15 ദിവസം താന്നിരിക്കും, അതാണല്ലോ തേഞ്ഞിരിക്കും. അതുപോലെ അതിൻ്റെ കൂടെ ശനിയും കൂടെ ചേർന്ന ഒരവസ്ഥ എന്തായിരിക്കും? അതാണ് തിരുവോണ നക്ഷത്രത്തിൻ്റെ അവസ്ഥ. പലപ്പോഴും അവരുടെ ക്യാരക്ടർ തന്നെ അങ്ങനെ ആയിരിക്കും. എല്ലാ ഗുണങ്ങളും അവർക്കുണ്ടെങ്കിലും അവർ വന്നിട്ട് മാനസികമായിട്ടുള്ള അവരുടെ ആ ഫ്ലക്ച്വേഷൻസ് അവരെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹു വന്നിട്ട് തിരുവോണ നക്ഷത്രത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് വെച്ചാൽ, രാഹു ഒരു സെൻസിറ്റീവ് പ്ലാനറ്റ്, എക്സ്ട്രീം സെൻസിറ്റീവ് ആണ്.
ഒരു ബലൂൺ വീർപ്പിച്ച് ഒരു സൂചി കൊണ്ട് കുത്തിയാൽ എങ്ങനെ പോകുന്നോ അതുപോലെയാണ്. എന്തും വലുതായിട്ട് കാണും, അയ്യോ ഇത് എന്തോ വലുതോ സംഭവിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കും. പക്ഷേ ആ ഫൈനലൈസ് സ്റ്റേജിൽ പോകുമ്പോൾ ഒന്നും കാണത്തില്ല. ഇതാണ് തിരുവോണ നക്ഷത്രത്തിൻ്റെ ഒരു അവസ്ഥ. അവർ പല ട്രാപ്പിലും പോയി പെടുന്നതും ഇങ്ങനെയാണ്. ഏതോ വലിയ വലിയ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ആ ട്രാപ്പിലേക്ക് പോയി ചേടും. കാണുമ്പോൾ എന്തൊക്കെയോ നടക്കുന്നു വിചാരിക്കും, കുറച്ചൊക്കെ നടക്കുകയും ചെയ്യും. പോകെ പോകെ എല്ലാം പോവും. എങ്ങനെയാ അത്? കാരണം പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ രാഹു വന്ന് തിരുവോണത്തിൻ്റെ മൂന്നാമത്തെ നക്ഷത്രത്തിൽ നിൽക്കുന്ന അവസ്ഥ, അത് പറഞ്ഞാൽ മൂന്നെന്ന് പറഞ്ഞാൽ വീണാലിച്ച് ഞാൻ പറഞ്ഞില്ലേ, അത്ര നല്ലൊരു ഇതിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ട്രേഡിങ്ങിലും മറ്റ് അനാവശ്യ ഭാഗ്യക്കുറിയിലും ഒന്നും പോകരുത്. ആരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് പോയി പൈസ കളയരുത്. പ്രത്യേകിച്ച് ട്രേഡിങ്ങിലൊക്കെ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ പോയി പെട്ട് വിഷമിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. അത് അവർക്കത് മനസ്സിലാവില്ല. അവർ പറഞ്ഞാലും അവർ വീണ്ടും അവരുടെ മനസ്സിലിരിക്കുന്ന രാഹു അവരെ അങ്ങോട്ടേ നയിക്കുകയുള്ളൂ. പറയുന്നവർ ശത്രുക്കളായിട്ട് മാറുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രത്തിന് ചൊവ്വയാണ് അതിൻ്റെ അധിപൻ. അപ്പോൾ രാഹു ഇപ്പോൾ ചതയ നക്ഷത്രത്തിൽ നിൽക്കുന്നത്, ചൊവ്വായും രാഹുവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത്, രണ്ടാമത്തെ നക്ഷത്രത്തിലായതുകൊണ്ട് തീർച്ചയായിട്ടും സമ്പത്ത് തരും രാഹു. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സമ്പത്തിൻ്റെ പുറകെയുള്ള ഓട്ടമായിരിക്കും ഈ പ്രാവശ്യം അവിട്ടം നക്ഷത്രത്തിന്. എന്തോ ഒരു വലിയ എമൗണ്ട് ഒക്കെ വന്ന് ചേരുന്നു എന്നുള്ള ഒരവസ്ഥ ചിലർക്കൊക്കെ വന്ന് ചേരും. കാരണം രണ്ടാം ഭാവത്തിലെ രാഹുവിൻ്റെ ആ നോട്ടം രണ്ടാം നക്ഷത്രമായിട്ട് വരുമ്പോൾ, ധന നക്ഷത്രമായിട്ട് വരുമ്പോൾ അങ്ങനെ കിട്ടാനും ചാൻസ് ഉണ്ട്. എന്നാൽ കൂടുതലും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിട്ട നക്ഷത്രക്കാർക്കൊക്കെ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് മാന്തിയുടെ അവസ്ഥ കൂടുതലായിരിക്കും. അവർക്ക് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. മാന്തിയുടെ ശത്രുദോഷവും കൂടെ കാണും. കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ട്രാഫിക് കൊണ്ടുവന്ന് ഒറ്റ വീഴ്ച വീഴ്ത്തും, അങ്ങോട്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി വിടും. അവരുടെ സെൻസിറ്റീവ്നെസ് തന്നെ ആയിരിക്കും. കാരണം ചൊവ്വയുടെ സെൻസിറ്റീവ്നെസ് തന്നെ ആയിരിക്കും ഇത് കാരണം. ഇത് പലയിടത്തും, എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരു ആ മാന്തിയുടെ അവസ്ഥയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പോയി പെടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. രാഹു നിങ്ങൾക്ക് നല്ല സപ്പോർട്ടീവാണ്. എന്നാലും നിങ്ങൾ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യുക. ഓക്കെ, അടുത്തത് കേതുവിൻ്റെ കാർമ്മിക പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉത്രാട നക്ഷത്രത്തിൽ സൂര്യൻ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ 9ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരമമൈത്രധാര തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യും. സൂര്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉത്രാട നക്ഷത്രത്തിന് നല്ല പ്രയോജനം ചെയ്യും. അതുപോലെ കേതു വന്നിട്ട് തിരുവോണ നക്ഷത്രത്തിനും മൈത്രധാരയിലാണ് നിൽക്കുന്നത്, വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ ഏത് കാര്യമായാലും തിരുവോണ നക്ഷത്രം ഇപ്പോൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് മഹാഗണപതിയുടെ ഒരു അനുഗ്രഹം വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമാണ്. കാരണം കേതുവിൻ്റെ അധിപതി ഗണപതിയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കാം. അതുപോലെ അവിട്ടം നക്ഷത്രത്തിന് വന്നിട്ട് സംബന്ധിച്ചോളം പൊതുവേ വന്നിട്ട് കേതു അത്ര നല്ല ലെവലിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിട്ടം നക്ഷത്രം കുറച്ച് കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകണം. അവർക്ക് കേതുവിന് പരിഹാരം ചെയ്യാന്ന് പറഞ്ഞാൽ ഗണപതിക്ക് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. കാർമിക് പരിഹാരം എന്താ ചെയ്യേണ്ടത് കേതുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേതു മോക്ഷത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ യോഗീശ്വരന്മാർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് സിദ്ധന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള പൂജകളോ ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവിട്ട നക്ഷത്രത്തിന് പ്രയോജനപ്പെടും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഞാനിവിടെ ചുരുക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു കൺസെപ്റ്റിൽ എങ്ങനെ മകരൻ രാശിയുടെ രാഹുകേതുക്കളെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്കതിനുള്ള പരിഹാരം എടുക്കാം, അല്ലെങ്കിൽ നല്ലതാക്കാം എന്നുള്ള രീതി മനസ്സിലാക്കി അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ആർക്ക് നിങ്ങളുടെ നക്ഷത്രങ്ങളും നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും കമൻറ്റ് ചെയ്യുക. Thank you very much.